ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 66ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ 2 സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ ചെയ്തത്. ഒന്ന് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു പരിപ്പ്, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കോമ്പിനേഷനായിട്ട് കോളിഫ്ലവറാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം കുറച്ച് മീൻ വറുത്തതും പിക്കിളും സാലഡൊക്കെ വെച്ചിട്ട് നമ്മുടെ സിമ്പിൾ ഊണ് റെഡി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ റെസിപ്പി ചെറുപരിപ്പ് കറിയാണ്. അതിനായിട്ട് ചെറുപരിപ്പ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നല്ല വറുത്ത മണം വരുന്നവരെ റോസ്റ്റ് ചെയ്തിട്ട് എടുത്തു വെക്കാം. അതിനുശേഷം അത് പ്രഷർ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഇട്ടിട്ട് 2 വിസിലിന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് തേങ്ങ, ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും അരച്ചത് പേസ്റ്റ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പിൽ കളർ ഭയങ്കര കുറവാണ്, അപ്പോൾ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിള വരുന്ന വരെ നമുക്ക് പരിപ്പ് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡി. ഇനി അടുത്ത് നമുക്ക് കോളിഫ്ലവറിൻ്റെ ഒരു മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് കോളിഫ്ലവർ ക്ലീൻ ചെയ്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ചേർത്തിരിക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം, വെളുത്തുള്ളി മൂക്കുന്നവരെ. പിന്നെ അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് കളർ മാറുന്ന വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സോഫ്റ്റ് ആവുന്ന വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി സോഫ്റ്റ് ആവുന്നതിന് മുമ്പ് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പുമാണ് ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മസാല എണ്ണ വിട്ട് വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മസാലപ്പൊടി ഒന്നും കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മസാല കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് കോളിഫ്ലവർ ചേർക്കാം. ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടേ ഉള്ളൂ കോളിഫ്ലവർ. ഇനി മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോളിഫ്ലവറിൽ നന്നായിട്ട് മസാല പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ നമുക്കിതിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കോളിഫ്ലവർ മസാലയും റെഡിയാണ്. മീൻ വറുത്തതിൻ്റെ റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ.